ഭയങ്കരമായിട്ട് കരഞ്ഞു. ആദ്യമായിട്ടാണ് അവന് അത്രയും വലിയ ആദ്യമായിട്ട് മോനെയും കൊണ്ട് ചേന്നമംഗലം ഒരു പള്ളിയിൽ ജുമക്ക് കൂടിയതാണ്. ജുമാ നമസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്തിൽ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ സമയത്ത് അവന് ഭയങ്കരമായിട്ട് കരഞ്ഞു. ആദ്യമായിട്ടാണ് അവന് അത്രയും വലിയൊരു ജമാഅത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവന് പേടിച്ചിട്ടായിരിക്കും എൻ്റെ മുഖത്ത് നോക്കുന്നില്ല, മറ്റുള്ളവരെ നോക്കി കരയാണ്. എങ്ങനെ സമാധാനിപ്പിക്കാൻ, നമുക്ക് നമസ്കാരത്തിലൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ തട്ടിക്കൊടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞെടുത്ത് ഒന്നും അവന് മൈൻഡാക്കുന്നില്ല. അപ്പം സലാം വീട്ടുന്നത് വരെ അങ്ങനെ തന്നെ തുടർന്ന് അത് കഴിഞ്ഞ് ഞാൻ അവനെ കൊണ്ട് വേഗം പുറത്ത് പോയി സമാധാനിപ്പിച്ചു. അപ്പം കുറച്ച് പണ്ഡിതാഭിപ്രായങ്ങൾ കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടീനെ നമ്മൾ എടുക്കുന്നു, കരയുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നു, അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു, പക്ഷെ കുട്ടി നിർത്തുന്നില്ല, കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് നമസ്കാരം അവിടെ മുറിച്ചിട്ട് കുട്ടീനെ സമാധാനിപ്പിച്ച് വന്ന് വീണ്ടും നമസ്കരിക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നുള്ളതാണ്. അപ്പം നമസ്കാരം എന്നുള്ളത് അത്രയും വലിയൊരു ഇബാദത്താണല്ലോ. അതിൽ വരെ പഠിച്ചോന് നമ്മളുടെ എളുപ്പത്തിന് വേണ്ടി ഒരുപാട് ഇളവുകൾ തന്നിട്ടുണ്ട്. പൊതുവേ മാതാക്കൾ അതിനെക്കുറിച്ച് അറിയൂല. കാരണം അങ്ങനെ ഒരു സംശയം വന്നാലും നമുക്ക് അതിലേക്ക് പഠിക്കാനൊരു സമയം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവലുണ്ട്.